കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം
കൊതിച്ചിടുന്നേ അങ്ങേ പോലാകാൻ അങ്ങിൽ ചേർന്നിടാൻ യേശുവേ ഞാൻ കൊതിച്ചിടുന്നേ. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ലൂക്കയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 38 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന 2 സഹോദരിമാരുണ്ട്, മർത്തയും മറിയവും. വളരെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ് ഇവർ രണ്ടുപേരും. പ്രത്യേകിച്ച് ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമാണ് ലാസറിൻ്റെ കുടുംബം. നമുക്കെല്ലാവർക്കും അറിയാം ലാസറിൻ്റെ കുടുംബത്തെ തമ്പുരാൻ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു എന്ന്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യമുണ്ട്. ലാസർ രോഗബാധിതനായിട്ട് അല്ലെങ്കിൽ ലാസറിൻ്റെ മരണശേഷം ഈശോ കരയുന്ന ഒരു രംഗം വരെയും നമ്മൾ കാണുന്നുണ്ട്. ഈശോ കരയുന്നു എന്ന് ബൈബിൾ പറയുന്ന ഏക രംഗങ്ങളിലൊന്ന് ലാസറിൻ്റെ മരണശേഷം. അതുതന്നെ നമ്മളെ വ്യക്തമാക്കി തരുന്നത് ലാസറിനോടും ആ കുടുംബത്തോടും ഈശോയ്ക്കുള്ള വലിയ സ്നേഹത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് തമ്പുരാൻ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമാണ് ലാസറിൻ്റെ കുടുംബം. പക്ഷേ ലൂക്കയുടെ സുവിശേഷത്തിൽ കാണുന്ന ഒരു ഭാഗം എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ലൂക്കയുടെ സുവിശേഷത്തിൽ ഈശോ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. യാത്ര ചെയ്തുകൊണ്ട് വരുന്ന അവസരത്തിൽ മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്ക 10-ാം അധ്യായം 38-ാമത്തെ വാക്യം ആരംഭിക്കുക. ഇവിടെ അവൾ വീട്ടിലേക്ക് ഈശോയെ ക്ഷണിച്ചു. ഈശോ ആ വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ ചെന്ന് കയറി ചെല്ലുന്ന ഈശോയെ ശുശ്രൂഷിക്കാനായിട്ട് പോകുന്ന മർത്തയാണ് നമ്മൾ പിന്നീട് കാണുക. സാധാരണ നമ്മളൊക്കെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആരെങ്കിലും ഒരാൾ, ഒരു വിരുന്നുകാരൻ അല്ലെങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവളും ചെയ്യുന്നത്. തമ്പുരാനെയും അല്ലെ ഈശോയുടെ കൂടെ വന്ന കുറേയേറെ ആളുകളും, ഈശോ സാധാരണഗതിയിൽ വരുമ്പോൾ കുറേയേറെ ആളുകളുണ്ട്, ശിഷ്യന്മാരുൾപ്പെടെ ആയിട്ടുള്ള കുറേയേറെ ആളുകൾ അവനോടൊപ്പം ഉണ്ട്. ഈ മർത്തയുടെ കുടുംബത്തിൽ അവരെല്ലാവരും വന്നു. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് ശുശ്രൂഷിക്കാനുള്ള വലിയ ആവേശത്തോടുകൂടെ തന്നെ അവൾ അടുക്കളയിൽ പോയി. നമ്മുടെയൊക്കെ അമ്മച്ചിമാരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ പോയി കാപ്പിക്ക് എടുത്തു കൊടുക്കാനുള്ള വലിയ തിരക്കിലാണ് പിന്നീട് മർത്ത. പക്ഷേ അവളുടെ സഹോദരിയായിട്ടുള്ള മറിയം ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈശോയുടെ പാദാന്ത്യത്തിൽ അല്ലെങ്കിൽ ഈശോയുടെ ചുറ്റിൽ സൈഡിലിരുന്നു കൊണ്ട് ഈശോ പറയുന്ന ഓരോ കാര്യങ്ങൾ, അത് ഈശോ അവിടെ വലിയ വചനപ്രഘോഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവൾ അവിടെ ഇരുന്നു കൊണ്ട് ഈശോ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേയിരുന്നു. മർത്ത വീണ്ടും വന്ന് ഈശോയോട് വന്ന് പരാതികൾ പറയാൻ, തമ്പുരാനെ നീ ഇത് കാണുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ഈശോയെ പോലും അവൾ ഒരു പക്ഷേ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്ന് വേണം നമ്മൾ പറയാൻ. അവൾ വന്ന് പറയുന്ന കാര്യമുണ്ട്, ഇത് കണ്ടില്ലേ, നീ കാണുന്നില്ലേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ തനിയെ വിട്ടേക്കുന്നു, ഒരു കാര്യവും അവൾ ചെയ്യുന്നില്ല, അവൾ ചുമ്മാ മടി പിടിച്ചിരിക്കുക, നീ ഒന്ന് പറ. തമ്പുരാനോട് പോലും അവളൊരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ് ഇവിടെ. ഈശോ അവളോട് പറഞ്ഞു, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, ഒന്നേ ആവശ്യമുള്ളൂ, അത് അവൾ തിരഞ്ഞെടുത്തു. മർത്ത, നീ ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തയാണ്. ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, പലപ്പോഴും എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണിത്. കാരണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ ഇവിടെ മർത്തയും ചെയ്തുള്ളൂ. സാധാരണ ചെയ്യുന്നൊരു കാര്യമുണ്ട്, വന്നു കഴിഞ്ഞാൽ അവർക്ക് കാപ്പിയോ അല്ലെങ്കിൽ ചായയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് നമ്മൾ പോകും, അടുക്കളയിലേക്കൊക്കെ കയറിപ്പോകും. ഇവിടെ മറിയവും മർത്തയും ചെയ്തതും ഇതേ കാര്യം തന്നെ. സത്യത്തിൽ നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ മറിയം മടി പിടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. ഈശോ പറയുന്നു അവൾ ചെയ്തതാണ് നല്ല ഭാഗമെന്ന്. എന്താണ് മറിയം ചെയ്ത നല്ല ഭാഗം? അല്ലെങ്കിൽ മർത്തയ്ക്ക് എവിടെയാണ് കുറവ് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്.
ഈശോ ഇവിടെ പറയുന്ന കാര്യം തമ്പുരാൻ്റെ പാദാന്തത്തിൽ ഇരിക്കുന്ന മറിയം ചെയ്ത നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈശോ വന്ന കാര്യം നമുക്കൊക്കെ അറിയാം. മറിച്ചൊന്നും നമുക്ക് ചിന്തിച്ച് നോക്കാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് കയറി വരുന്ന ഒരാൾ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഒന്ന് കയറി വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയി അവർക്ക് കാപ്പി എടുക്കാനൊന്നും അല്ല പോവുക. ആദ്യം അവരെ കാണാനായിരിക്കും നമ്മൾ പോവുക. അവരൊന്ന് കണ്ട് കുറച്ച് നേരം അവരോട് ഇന്ന് വർത്തമാനം പറയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളൊക്കെ പോകുക. അല്ലെങ്കിൽ അവരെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഇവിടെ മർത്ത ശരിക്കും പറഞ്ഞാൽ ഈശോയെ കാണാനായിട്ടല്ല പോകുന്നേ, പകരം ഉടനെ അടുക്കളയിലേക്ക് കയറി പോകുന്ന മർത്തയാണ് നമ്മൾ കാണുക. തമ്പുരാൻ ഓർമ്മിപ്പിച്ചത് ആദ്യം തമ്പുരാനോട് കൂടെ ഇരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. കൂടെ ഇരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചാണ്. ദൈവത്തോടൊപ്പം ഇരിക്കാൻ നമുക്കൊരവസരം കണ്ടെത്തണം. ദൈവത്തോടൊപ്പം ഇരിക്കാനുള്ള അവസരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമതായിട്ട് ഈശോ പറയുന്ന കാര്യം ഇതാ, ദൈവത്തോടൊപ്പം ആയിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ വരുന്ന ഒരു കുറവാണിത്. ദൈവത്തോടൊപ്പം ഇരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണില്ല. നമ്മൾ വളരെ വ്യഗ്രചിത്തരാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ, ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വ്യഗ്രചിത്തരായിട്ട് പോകുമ്പം നമ്മുടെ കുടുംബ പ്രാർത്ഥനകളോ വ്യക്തിപരമായ പ്രാർത്ഥനകളോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ കുറവുകൾ വരികയാണ്. ദൈവത്തോടൊപ്പം ഇരിക്കാനുള്ള സമയം ജീവിതത്തിൽ കണ്ടെത്താനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഈശോ പറഞ്ഞു, ഒന്നേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. മറിയത്തിൻ്റെ നല്ല ഭാഗം എന്ന് പറയുന്നത് തമ്പുരാനോട് ചേർന്നിരുന്നു എന്നുള്ളതാണ്. അവൾ കണ്ടെത്തിയ ഏറ്റവും നല്ല ഭാഗവും അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ സുവിശേഷ ഭാഗത്തിൽ ആദ്യം പറയുന്ന കാര്യം ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത് മറ്റൊരു കാര്യമുണ്ട്. മർത്ത ചെയ്യുന്നത് നല്ല ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം അവൾ ചെയ്തത് നല്ല കാര്യമാണ്. പക്ഷേ ചില നല്ല കാര്യങ്ങളെ അത് ചെയ്യേണ്ട സമയം അതാണോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. അതല്ലാത്ത സമയത്ത് വരുന്ന നല്ല കാര്യങ്ങൾ ചിലപ്പോൾ തിന്മയായി മാറാം. നമ്മുടെ ജീവിതങ്ങളിലും വരുന്നുണ്ടാവും. ഒരു പക്ഷേ ഇതുപോലെ ആളുകൾക്ക് കാപ്പി കൊടുക്കണം, നല്ല കാര്യം അവൾ ചെയ്തത്. പക്ഷേ ഈശോ അതിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇപ്പോൾ ആവശ്യമുള്ള കാര്യം എന്തോ അത് അവൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. നല്ല കാര്യം എന്ന് വിചാരിച്ച് നമ്മളിൽ പലരും ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ തിന്മയായിരിക്കാം. നമ്മൾ ചിലപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. ആളുകളൊക്കെ നമ്മളോട് പറയും, നീ ചെയ്തത് നല്ല കാര്യമല്ലേ, പിന്നെ എന്തിനാ നിൻ്റെ വീട്ടുകാരങ്ങനെ നിന്നെപ്പറ്റി പറഞ്ഞേ, അല്ല നിൻ്റെ അപ്പനും അമ്മയും നിന്നെപ്പറ്റി അങ്ങനെ എന്തിനാ പറഞ്ഞേ എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളോട് ചോദിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മളോട് ചോദിച്ചെന്നിരിക്കും. ഒരു പക്ഷേ അത് ആ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കില്ല. നല്ല കാര്യമാണെങ്കിലും വരേണ്ട സമയത്ത്, അല്ലെങ്കിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്ത നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് കൃത്യസമയത്ത് വരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, അതായത് 6 മാസം അല്ലെ 5 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ, സാധാരണ അവർക്ക് കട്ടിയായിട്ടുള്ള ഭക്ഷണമൊന്നും നമ്മൾ ആരും കൊടുക്കാറില്ല. ചോറും കറികളോ ഒന്നും അവർക്ക് കൊടുക്കാറില്ല. അവർക്ക് ദഹിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുക. എന്തുകൊണ്ട്? കട്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ ഒന്നും തെറ്റാന്നോ അല്ലെ അത് മോശമാണോ എന്നല്ല അർത്ഥം. അതിനൊരു സമയമുണ്ട്, ഒരു കാലമുണ്ട്. ആ സമയത്ത് വേണമായിരുന്നു അത് ചെയ്യാനായിട്ട്. ഇവിടെ മർത്തയ്ക്ക് പറ്റുന്ന ഒരു കുറവും ഇത് തന്നെയാണ്. അവൾ വിചാരിച്ച നല്ല കാര്യം അത് നല്ലത് തന്നെയാണ്, പക്ഷേ അത് ആകേണ്ട സമയത്തായില്ല എന്നുള്ളതാണ് മറ്റൊരു കുറവ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മളൊന്ന് മറിച്ച് ചിന്തിച്ച് നോക്കാം. ചില സമയങ്ങളിൽ നമുക്ക് വരുന്ന ഒരു കുറവാണിത്. നല്ലത് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യം ഒരു പക്ഷേ നമ്മുടെ കണ്ണിൽ കൂടെ മാത്രമേ നല്ലത് ആവുകയുള്ളൂ. മർത്ത ഇവിടെ ഒരിക്കലും തിരിച്ചറിയുന്നില്ല അവൾ ചെയ്ത കാര്യത്തിൽ എവിടെയാണ് കുറവ് എന്ന്. അവൾ നല്ല കാര്യമാണ് ചെയ്തതെന്ന് വിചാരത്തുകൊണ്ട് തന്നെയാണ് ഈശോയോട് പോലും വന്ന് വിമർശനത്തോടുകൂടെ പറയുക, നീ കാണുന്നില്ല എൻ്റെ സഹോദരി എന്നെ തന്നെ പണിയാൻ വിട്ടിരിക്കുന്നേ, നീ അവളോടൊന്ന് പറ. അത് അവൾ പറയുന്നത് അവൾ ചെയ്തത് തിന്മയാണെന്ന് അവൾ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ ഒരു കുറവുണ്ട് എന്നുള്ള കാര്യം അവൾ അവിടെ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈശോ അവളോട് പറഞ്ഞു. ഈശോ പറയുന്നിടം വരെ അവൾ അത് അറിയുന്നില്ല എന്നുള്ളത്. തമ്പുരാൻ്റെ അടുക്കലിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിലും വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ലോകത്തിൽ മറിയം മാത്രം പോലാ, മർത്തയും വേണം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മർത്തയും വേണം.
പക്ഷേ അതിൻ്റെ സമയം, ഏത് കാര്യം ചെയ്യുന്നതിനും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയത്ത് അത് ചെയ്യുക എന്നുള്ളത്. ഇല്ലെങ്കിൽ തമ്പുരാൻ്റെ വിമർശനങ്ങൾക്ക് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും വിമർശനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ഇവളെ വിമർശിക്കുന്നതിൻ്റെ കാരണം പോലും അവൾ ചെയ്തു പോകുന്ന നന്മയല്ല, പിന്നെയോ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഒന്നേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് ചിന്തിക്കാനാണ് എനിക്ക് ഇച്ചിരൂടെ ഇഷ്ടം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പമായിരിക്കുക, ദൈവത്തിന് പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, എന്ത് കാര്യത്തിനാണ് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നമ്മളൊക്കെ കൊടുക്കുക? പലപ്പോഴും ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കാണ്, ഈ ലോകത്തിലെ കാര്യങ്ങൾക്കാണ്. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ ചില കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, നമ്മുടെ ഓരോ ദിവസം അനുദിന ജീവിതത്തിലെ ഓരോരോ സംഭവങ്ങൾ, ഇവയ്ക്കൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുക. ഈശോനാഥൻ ഓർമ്മിപ്പിക്കുന്നത് ഇവയെല്ലാം വേണം, പക്ഷേ ദൈവമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനത്തുണ്ടാവേണ്ടത് എന്നുള്ള കാര്യമാണ്. നമുക്കും ഈ നിമിഷങ്ങളിൽ ചിന്തിക്കാം, ദൈവത്തിനാണോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച്. മർത്ത എന്ന് പറയുന്നത് ഒരു ലീഡിങ് ക്യാരക്ടർ തന്നെ. നമ്മൾ നോക്കുമ്പോൾ സുവിശേഷത്തിൽ യഥാർത്ഥത്തിൽ ഒരു ലീഡിങ് ക്യാരക്ടർ തന്നെയാണ് മർത്ത. കാരണം ഒരു ഈശോയെയും ശിഷ്യന്മാരെയും എല്ലാവരെയും സ്വീകരിക്കാൻ മാത്രം വലിയ ഒരു കുടുംബം, ലാസറിൻ്റെ പേര് പോലും അവിടെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതും സത്യം തന്നെയാണ്. ഈശോയെ സ്വീകരിക്കുന്നു, മറിയത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഇനി അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം എടുക്കുമ്പോഴും നമ്മൾ കാണുന്നത് മർത്ത തന്നെയാണ് പ്രധാനപ്പെട്ട ആളായിട്ട്. ലാസറിൻ്റെ മരണശേഷമുള്ള കാര്യം അവിടെ പോലും നമ്മൾ കാണുന്നത് ഇതേ മർത്തയെ തന്നെ. മർത്തയാണ് ഈശോയെ അറിയിക്കുന്നതും ഈശോയുടെ അടുത്തേക്ക് ആദ്യം ഓടി ചെല്ലുന്നതും, പിന്നെയും ലാസറിൻ്റെ കുഴിമാടത്തിലേക്ക് ഈശോയുടെ ഒപ്പം നടന്നു പോകുന്നതും, അല്ലെങ്കിൽ ഈശോ വലിയ വെളിപ്പെടുത്തൽ, ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നുള്ള വെളിപ്പെടുത്തൽ പോലും ഈശോ പറയുന്നതും ഇതേ മർത്തയോട് തന്നെയാണ്. മർത്ത എന്ന് പറയുന്നത് ഒരു വലിയ ലീഡിങ് ക്യാരക്ടർ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വ്യഗ്രത കൊണ്ട്, അവളുടെ ജീവിതത്തിലെ വലിയ വ്യഗ്രത കൊണ്ട് ഇത്രയും ലീഡിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർക്ക് പറ്റുന്ന ഒരു കുറവാണ്. അവളുടെ ഐസൈറ്റ് പോലും, അതായത് കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ജീവിത വ്യഗ്രത, നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള വ്യഗ്രത കൊണ്ട് ചിലപ്പോഴൊക്കെ നമുക്കും വരാം. ഇത് ചെയ്യേണ്ട യഥാർത്ഥത്തിലുള്ള കാര്യം എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയില്ല. ഈശോ സുവിശേഷത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അതിന് ഒരു കാരണമേ ഉള്ളൂ, ഈ ലോകത്തിലുള്ള വസ്തുവകകളോ ഭക്ഷണസാധനങ്ങളോ അല്ലെ നമ്മുടെ ചുറ്റുവട്ടങ്ങളോ ഒന്നുമല്ല പ്രധാനപ്പെട്ടത്, തമ്പുരാൻ്റെ വാക്കുകളും വചനങ്ങളുമാണ് പ്രധാനപ്പെട്ടത് എന്ന് ഈശോ ഏറ്റവും ആദ്യം തന്നെ തയുടെ സുവിശേഷത്തെ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലാണ് നമ്മളിത് കാണുക. ഏറ്റവും തുടക്കത്തിൽ തന്നെ ഈ ഒരു കാര്യം ഈശോനാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. വ്യഗ്രത കൂടിക്കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ദൈവത്തെ മാത്രമല്ല ഈ ലോകത്തിലുള്ള മറ്റു പലതിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടായിട്ട് പോലും അവയെല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരാം. ഈ മർത്തയുടെ അതേ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കൂടെയും ഒരു പക്ഷേ കടന്നു പോകാം. മർത്ത എന്നു പേരുള്ള അവൾ എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട്. അതൊരു വളരെ വലിയ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മനോഭാവമാണ്. അത് നമുക്ക് സ്വന്തമാക്കേണ്ട കാര്യമാണ്. ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചല്ലോ, നമുക്ക് മർത്തയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മറിയവും വേണം, മർത്തയും വേണം. നമുക്ക് അവളുടെ ജീവിതത്തിലെ നല്ല ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വേണം. പക്ഷേ ഏതൊക്കെ കാര്യം, ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഒന്നാമത് ചെയ്യുക, രണ്ടാമത് ചെയ്യേണ്ടത് രണ്ടാമത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറി വരരുത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം. നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ മറിയത്തെയും കുറിച്ച് ധ്യാനിക്കുമ്പോൾ മറിയം ചെയ്ത നല്ല കാര്യം തമ്പുരാൻ്റെ അടുക്കൽ ഇരുന്നു എന്നുള്ളത്. ഈശോയുടെ ചുറ്റും ഏറ്റവും അടുത്ത് ഇരുന്നു കൊണ്ട് അവൾ ഈശോ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്താനായിട്ട്. ചിലപ്പോൾ നമ്മളും പറഞ്ഞു പോകുന്ന ഇതുപോലൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതിനെ വിട്ടിട്ട് ആവശ്യമില്ലാത്തതിൻ്റെ പുറകെ ഓടിപ്പോകുന്നവരാണ് നമ്മൾ. ആവശ്യമില്ലാത്ത പല കാര്യങ്ങളുടെയും പുറകിൽ, ഈ ലോകത്തിലുള്ള ഒത്തിരിയേറെ കാര്യങ്ങളുടെ പുറകെ ഓടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു രംഗമുണ്ട്. ഈശോയുടെ പാദങ്ങളിൽ പൂശിയിട്ട് മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് അവൻ്റെ പാദത്തിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ കാലിൽ സുഗന്ധതൈലം പൂശി തലമുടി കൊണ്ട് തുടയ്ക്കും. ഉടനെ ശിഷ്യന്മാർ വന്നിട്ട് പറയും, പ്രഭു,
എന്തിന് ഈ തൈലം വെറുതെ പാഴാക്കി? ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ, ഇത് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. പ്രത്യക്ഷത്തിൽ നല്ല കാര്യമാണ്, ശിഷ്യന്മാർ പറയുന്ന കാര്യം വളരെ നല്ല കാര്യമാണ്. അത് വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു എന്നുള്ള കാര്യം. പക്ഷേ നമ്മൾ മറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈശോ പറയുന്നൊരു വാക്യമുണ്ട്, ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവരെ ശുശ്രൂഷിക്കാം. ഇവളിത് എൻ്റെ മരണത്തിനുള്ള അല്ലെങ്കിൽ എൻ്റെ മരണാനന്തര ശുശ്രൂഷയ്ക്കായിട്ട് ചെയ്തു എന്ന് കരുതിയാൽ മതി. ഈശോ പറയുന്നത് പ്രധാനപ്പെട്ടത് ദൈവമാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ കൽപ്പന പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കാനായിട്ട് തമ്പുരാനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ മർത്തയുടെയും മറിയത്തിൻ്റെയും കുടുംബത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. ഒരു പക്ഷേ നമ്മൾ ശരി എന്ന് വിചാരിക്കുന്ന കാര്യമായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള ശരിയായിട്ടുള്ള കാര്യം. ശരിയായിട്ടുള്ള കാര്യം എന്ത് എന്നുള്ളത് നമ്മൾ തമ്പുരാനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. പലപ്പോഴും കുടുംബത്തിലേക്ക് കടന്നു വരുന്ന തമ്പുരാൻ, ഈശോയ്ക്ക് ഒത്തിരിയേറെ ആഗ്രഹമുണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ അടുത്തേക്ക് വരണമെന്ന്. വലിയ ആഗ്രഹത്തോടു കൂടിയായിരിക്കും പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ നമ്മളവനെ സ്വീകരിക്കുന്നുണ്ടാവില്ല. നമ്മുടെ വ്യഗ്രചിത്തമുണ്ട്. അത് ഈ ചിലപ്പോഴൊക്കെ വിശുദ്ധ കുർബാനയിൽ നിൽക്കുന്ന സമയത്ത് പോലും അങ്ങനെയൊക്കെ ആയിരിക്കാം. നമ്മൾ ഈ ലോകത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടാവും, ശരീരവും ഒക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ മനസ്സ് അവിടെ എങ്ങും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. തമ്പുരാൻ്റെ അടുത്ത് ആയിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഈ ലോകത്തിലുള്ള വ്യഗ്രതകളാൽ മനസ്സ് മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, എവിടെയാണ് നമ്മുടെ കുറവുകൾ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച്, നമ്മൾ എവിടെയൊക്കെയാണ് വീണു പോകുന്നത് എന്നതിനെക്കുറിച്ച്. തമ്പുരാനിൽ നിന്ന് അകന്നു പോയിട്ടുള്ള അവസരങ്ങളെ അത് വീണ്ടും മാറ്റിയെടുക്കാനായിട്ട്, ഈ അവസരങ്ങളെ മാറ്റിയിട്ട് തമ്പുരാനോട് ചേർന്നിരിക്കാനുള്ള അവസരങ്ങളെ കൂടുതലായി കണ്ടെത്താനായിട്ട് തമ്പുരാൻ നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കും. നമ്മൾ ആ ഒരു തീരുമാനം ഉള്ളിൽ എടുക്കുമ്പോൾ തന്നെ ഇനി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവമായിരിക്കും എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റിയാൽ, മറിയം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്ന കാര്യവും ഇത് തന്നെയാണ്. തമ്പുരാനോട് ചേർന്നിരിക്കാനായിട്ട്, ഈശോയോട് ചേർന്നിരിക്കാനായിട്ട്. അതിന് നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. elroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം